ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല, റെമോൺടാഡയില്ലൊരു കോപ്പുമില്ല, മിറാക്കിളും ഇല്ലൊരു തേങ്ങയില്ല. ആസ്നൽ നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് റയൽ മാഡ്രിഡിനെ 5-1 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എമിറേറ്റ്സിൽ സ്വന്തം തട്ടകത്തിൽ 3-0 എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങ് സാന്റിയാഗോ ബെർണബേയിൽ മിറാക്കിളുകൾ ഒരുപാട് നടന്നിട്ടുള്ള മണ്ണാണത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആർട്ടറ്റയുടെ പിള്ളേർക്ക് ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. അവർ പെർഫെക്റ്റ് എവേ ഡിസ്പ്ലേ കാഴ്ചവെച്ചിരിക്കുകയാണ്. 2-1 എന്നുള്ള സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ്. അതായത് പൂട്ടിയിട്ട റൂഫൊക്കെ അടച്ചിട്ട സാന്റിയാഗോ ബെർണബേയിലും റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഹോം ആൻഡ് എവേ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചുള്ളത്. റയൽ മാഡ്രിഡിന് ഇതുവരെ ചാമ്പ്യൻസ് ലീഗിൽ ആസ്നൽ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. അധികം ഇവർ ഏറ്റുമുട്ടിയിട്ടില്ല. അത് വേറെ കാര്യം. ഇതിനു മുമ്പ് ആകെ 2 തവണ മാത്രമേ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മൊത്തം 4 മത്സരങ്ങൾ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ 4 മത്സരങ്ങളിലും ആസ്നൽ അൺബീറ്റൺ ആണ് എന്നുള്ള കാര്യം ഓർക്കണം റയൽ മാഡ്രിഡുമായിട്ട്. അപ്പോൾ അങ്ങനെ ആസ്നൽ സെമി ഫൈനലിൽ PSG-ക്കെതിരെ ഏറ്റുമുട്ടാൻ പോവാണ്. ഇതേ സീസണിൽ ഒരു തവണ PSG-യെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആസ്നൽ. പക്ഷേ ആ PSG അല്ല ഇപ്പോഴത്തെ PSG. അതുകൊണ്ട് അതൊരു ഇൻട്രിഗിങ് ബാറ്റിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാന്റിയാഗോ ബെർണബേയിലെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം അല്ലേ. 9 മണിക്ക് റെമോൺടാഡ നടത്തും. പിന്നെ ഞങ്ങൾ ലണ്ടനിൽ ബസ്സിലിരിക്കുമ്പോൾ തന്നെ റെമോൺടാഡയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് റെമോൺടാഡ വർത്തമാനങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നോക്കിയാലും റെമോൺടാഡ. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? റെമോൺടാറ്റ നല്ല അസൽ ടാറ്റ പറഞ്ഞ് പുറത്ത് പോകേണ്ട ഒരവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ക്വാർട്ടർ ഫൈനൽ അവർ പരാജയപ്പെട്ട് പുറത്തായിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോണി ക്രോസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. റയൽ മാഡ്രിഡിൻ്റെ ഇനിയുള്ള ചാലഞ്ചസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായിരിക്കും അവരുടെ പിന്നെ സ്ട്രാറ്റജി, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ റെമോൺടാഡയെക്കുറിച്ച് അവർ നല്ല രീതിയിൽ സംസാരിച്ചു. അവർ ഭയങ്കരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവർ റൂഫും കാര്യങ്ങളൊക്കെ അടച്ചിട്ടു. പിന്നെ അവരുടെ അഡ്മിനൊക്കെ നല്ല രീതിയിൽ 24 മണിക്കൂറും പണിയെടുത്തിട്ടുണ്ട്. ഓവർ ടൈം പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, നമുക്ക് ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാം, മിറാക്കിളുകളെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ആ ദിവസം കളിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ കളിക്കണം. മാത്രമല്ല ഫസ്റ്റ് ലെഗിൽ അടപടലം പണ്ടാരടങ്ങിയതാണ്. അപ്പോൾ സെക്കൻഡ് ലെഗിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് റിയാക്ട് ചെയ്യണം അല്ലേ, എന്നാലല്ലേ എന്തെങ്കിലും സാധ്യത ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തായിരുന്നു അവിടെ ഗെയിം പ്ലാൻ എന്നുള്ള ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. അതായത് ലൂക്കസ് വാസ്കസ് എന്ന് പറയുന്ന ചെങ്ങായി ആ റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് വിങ്ങിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ഇങ്ങനെ ബോക്സിലേക്ക് ഇടുന്നു. ക്രോസ്. പക്ഷേ ഇതിന് ആരാണ് ടേക്കേഴ്സ് എന്നുള്ളതാണ്. തിബോ കോർട്ടോ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിൻ്റെ കീപ്പർ കൃത്യമായിട്ടും മത്സരത്തിന് ശേഷം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നമ്മളിങ്ങനെ ക്രോസ് ഇടുന്നു, പക്ഷേ നമുക്ക് ഹോസലുവിനെ പോലെ ഒരു സ്ട്രൈക്കറില്ല എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം ഹോസലു ആ ടീമിൽ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഹോസലുവിനെ പോലുള്ള ഒരു 9 ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ ക്രോസ് ഇടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രോസ് ഇടുന്നത്? ഇതിങ്ങനെ വെറുതെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നൊക്കെ അങ്ങനെ ക്രോസ് ഇടുകയാണ്. ആ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കംഫർട്ടബിളായിട്ട് അതൊക്കെ ഡിഫെൻഡ് ചെയ്തു. കാരണം വെച്ചാൽ അവിടെ ബോക്സിൽ ഇപ്പോൾ അഥവാ ഉണ്ടാവുക എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഏരിയയിൽ അത്ര സ്ട്രോങ് ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏരിയൽ ഡ്യുവൽ ഇന്നലെ ചങ്ങായി ഒരെണ്ണം പോലും വിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിലുള്ള സ്റ്റാറ്റ്സുകളിലേക്ക് പോകുന്നില്ല, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ മത്സരത്തെ വിലയിരുത്താനായിട്ട്. കാരണം നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെ വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പക്ഷെ എന്നാലും ഒരു സ്റ്റാറ്റ് പറയാം, 43 ക്രോസുകൾ മാറിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 7 മാത്രമേ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ. 43 ക്രോസുകൾ. അതായത് ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രോസുകൾ ഇങ്ങനെ കൊടുക്കുന്നത്? ക്രോസ് ആൻഡ് ഇൻഷാ അല്ലാ, അതും വാസ്കസ് ആണ് ക്രോസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വാസ്കസ് ഒരു നാച്ചുറൽ വിങ്ങറാണ്, ആൾ ഫുൾ ബാക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പുള്ളിക്കാരാണ് റൈറ്റിൽ ഇങ്ങനെ വിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. മാത്രമല്ല പുള്ളിക്കാരന് സ്പേസ് കൊടുക്കാനൊക്കെ ആസ്നൽ ഓക്കെ ആയിരുന്നു. കാരണം എത്രത്തോളം ഡേഞ്ചർ അപ്പോൾ ചെങ്ങായി ഉണ്ടാക്കുക എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. മാത്രമല്ല ഈ ക്രോസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റും. അത് ഇനിയിപ്പോൾ ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ ക്രോസുകൾ ഡേഞ്ചറസ് ആകണമെങ്കിൽ തന്നെ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരേണ്ടത് ജൂഡ് ബെല്ലിംഗാമാണ്. അദ്ദേഹത്തിന് കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ബാക്കിയുള്ളവർ തടഞ്ഞു നിർത്തുകയാണ്. ഡെക്ലൻ റൈസൊക്കെ എമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ ക്രോസ് ആൻഡ് ഇൻഷാ അല്ലാഹ് എന്നുള്ള പരിപാടി മാത്രമല്ലാണ്ട് വേറെ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല ഗെയിം പ്ലാനായിട്ട്. പിന്നെ വിനി ജൂനിയർക്ക് ബോൾ കൊടുത്തിട്ട് വിനി ജൂനിയറെ എന്താ ചെയ്യും? വിനി ജൂനിയർ എന്ത് ചെയ്യാനാണ്? ആളിനെ ഡെവലപ്പ് ചെയ്യുന്നു. ആളെന്നൊരു ട്രാഫിക്കിലേക്ക് തന്നെ കറക്റ്റായിട്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരും. എംബാപ്പെ ചില സാഹചര്യങ്ങളിൽ താഴോട്ട് ഇറക്കി വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് പോകാനൊക്കെ ശ്രമിക്കുക. എവിടേക്ക് പോകട്? കാരണം ആസ്നലിൻ്റെ ഷേപ്പ് ഫാൻറ്റാസ്റ്റിക് ആണ്. ഓഫ് ദ ബോൾ ഷേപ്പ് ഉണ്ടല്ലോ, എന്താ സാധനം. ആ 4-4-2 ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സ്പേസ് കിട്ടണ്ടേ? ഇനി അഥവാ ആ രീതിയിൽ ആ പിന്നെ ബ്ലോക്കിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന തരത്തിൽ മിഡ്ഫീൽഡിൽ നിന്ന് മാജിക്കൽ പാസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എന്താണ്, വെറും സംസാരം മാത്രമായിട്ട് മാറി.
വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് കാണിച്ചു തരാം, മറ്റത് കാണിച്ചു തരാം, മറിച്ചത് കാണിച്ചു തരാം, റെമോൺടാഡയുടെ തേങ്ങ. പക്ഷേ ഇതൊക്കെ ഗ്രൗണ്ടിൽ കാണിക്കണം. അപ്പോൾ അതവർക്ക് കാണിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീസെറ്റ് ബട്ടൺ അടിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ആരാണ് ബ്ലെയിം ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടതെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കാർലോ അൻചെലോട്ടി എന്ന് പറയുന്ന കോച്ച് ബ്ലെയിം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ ഔട്ട് ക്ലാസ് ചെയ്തു ടാക്റ്റിക്കലി ആർട്ടറ്റ. അത് ഒരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് വെറും ഒരു കാർലോ അൻചെലോട്ടിയുടെ മാത്രം തലയിലിട്ട് പോകേണ്ട തരത്തിലുള്ള സംഭവമല്ല. അവിടെ ആ സ്ക്വാഡിൻ്റെ ബാലൻസിനെ കുറിച്ച് സംസാരിക്കണമല്ലോ. കാരണം ആ സ്ക്വാഡിൽ ബാലൻസ് ഇല്ല. അത് സീസൺ തുടക്കം മുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്താണ്, ചില ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ പരിപാടിയിലൂടെയൊക്കെ അവരിങ്ങനെ കടന്നു കയറുമായിരുന്നു. പക്ഷേ അവിടെ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, മിഡ്ഫീൽഡിൽ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, ക്രോസിൻ്റെ അഭാവം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഉള്ള പ്ലേയേഴ്സിനെ മാക്സിമൈസ് ചെയ്യാൻ കാർലോ അൻചെലോട്ടിക്ക് ഈ സീസണിൽ സാധിച്ചിട്ടുണ്ടെന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ എന്താ സംഭവിച്ചാലേ അവിടെ മറ്റൊരു ലെഫ്റ്റ് വിങ്ങറിനെ കൊണ്ടുവന്നതാണ് കിലിയൻ എംബാപ്പെ. അപ്പോൾ ഓൾറെഡി വിനി ജൂനിയർ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ട്, മനോഹരമായിട്ടാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. റോഡ്രിഗോ ഈവൻ ആളും ലെഫ്റ്റ് വിങ്ങറാണ്, പക്ഷേ റൈറ്റ് സൈഡിലാണ് അദ്ദേഹത്തെ കളിപ്പിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ജൂഡ് ബെല്ലിംഗാമാണ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് ഫോൾസ് ലൈൻ രീതിയിലൊക്കെ കഴിഞ്ഞ സീസണിൽ കളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടിപ്പ് ഓഫ് ദി ഡയമണ്ടിലൊക്കെ അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു, ഫോർമേഷനിലൊക്കെ. അതൊക്കെ വളരെ എഫക്റ്റീവായിരുന്നു, കുറേ ഗോളുകൾ ചെന്നൈ കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഇവിടെ കിലിയൻ എംബാപ്പെ അങ്ങോട്ട് കൊണ്ടെത്തിച്ച് കൊടുത്തു. ഇനി കാർലോ അൻചെലോട്ടിയോട് പറയുകയാണ്, എന്താ ചെയ്യ്, എന്തായാലും ആ ചങ്ങായിനെ കളിപ്പിക്കണം, വിനിയെ കളിപ്പിക്കണം, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കളിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ രീതിയിൽ അവന്മാരെ വെച്ച് രണ്ടുപേരെയും കളിപ്പിക്കാനുള്ള ഒരു ഫോർമുല കണ്ടെത്താനുള്ള ശ്രമമാണ് കാർലോ അൻചെലോട്ടി സീസണിൽ മൊത്തം നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ കിലിയൻ എംബാപ്പെ ആ ഒരു 9 റോൾ എങ്ങനെയൊക്കെയോ അഡാപ്റ്റ് ചെയ്ത് വന്നിട്ട് കുറേ ഗോളുകളൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 33 ഗോളുകൾ ഈ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അവിടെ ബാലൻസ് ഇല്ലായ്മ, അറ്റാക്കിലെ ബാലൻസ് ഇല്ലായ്മ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു നാച്ചുറൽ നമ്പർ 9 ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ബെൻസീമയുള്ളപ്പോൾ അതേപോലെ തന്നെ ഹോസലുള്ളപ്പോൾ ഒക്കെ റീസെൻ്റ് ആയിട്ടുള്ള ചരിത്രം ഞാൻ പറയുന്നത്. കുറേ പുറകിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ സമയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. റീസെൻ്റ് ആയിട്ടുള്ള സമയത്ത് ഒരു നാച്ചുറൽ നമ്പർ 9 ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിലെ ബാലൻസ് ഇല്ലായ്മ, പിന്നെ ഡിഫൻസിൽ ഇഞ്ചുറി പറ്റി. ഇപ്പോൾ കാർവാഹാലൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു. ടോണി ക്രോസ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ഇപ്പോൾ ടോണി ക്രോസിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ കാർവാഹാലിന് ഇഞ്ചുറി പറ്റിയപ്പോൾ അവിടെ ആരെ കളിപ്പിക്കുന്നുള്ളതാണ്, അവർക്ക് വേറൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല. പിന്നെന്താണ്, കാർലോ അൻചെലോട്ടി മെയിൻ ബ്ലെയിം എടുക്കേണ്ടത് ഇപ്പോൾ ഫോർട്ടിയെ പോലെ അഗ്വാഡയെ പോലെയുള്ള ആ ഒരു യങ് പ്ലെയറിനെ അങ്ങോട്ടേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ കാർലോയുടെ മേലും പിന്നെ ഏൽപ്പിക്കേണ്ട തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ്, അദ്ദേഹം ഏറ്റെടുക്കേണ്ട തരത്തിലുള്ള ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇവിടെ ഈ ടീമിന് പ്രസ് ചെയ്യാൻ അറിയില്ല, അത് പഠിപ്പിക്കേണ്ടത് കാർലോ അൻചെലോട്ടിയാണ്. അതേപോലെ തന്നെ 2 ലക്ഷറി പ്ലേയേഴ്സിനെ വെച്ചിട്ടൊന്നും നടപടിയാവില്ല. കാരണം അറ്റാക്കിംഗ് പ്ലേയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഡിഫെൻസീവ്ലി. കിലിയൻ എംബാപ്പയുടെ ഒന്നും വിനിയുടെ ഒന്നും അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ വരുന്ന മാനേജർ ആരാണെങ്കിലും അവിടെ കൃത്യമായിട്ടുള്ളൊരു ഫോമുല കണ്ടെത്തേണ്ടി വരും. എന്തായാലും കാർലോ അൻചെലോട്ടി അവിടുത്തെ സമയം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിലെല്ലാം അവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്, ഈ സീസണിലെ ഡിബാക്കിളിന് അദ്ദേഹവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ പുതിയ കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഈ ടീമിൽ ഒരു റീസെറ്റ് ബട്ടൺ നടത്തേണ്ടതായിട്ടുണ്ട്. കുറേ കൂടി റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ചില വളരെ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കേണ്ടി വരും. ആരെ അവിടെ തുടരണം, ആരെ വിൽക്കണം, ആരെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ. അപ്പോൾ ചില വളരെ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് പെരസ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ കണ്ടറിയാം എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്തായാലും ഇതൊരു എംബാരസിങ് റിസൾട്ടാണ് റയലിനെ സംബന്ധിച്ചോളം. 5-1 എന്നുള്ള അഗ്രഗേറ്റ് സ്കോറിനാണ് പരാജയപ്പെട്ടത്. ബെർണബേവിലും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർണബേവിൽ 90 മിനിറ്റ് അത്രയും ദൈർഘ്യമുള്ളതാണെന്നുള്ളത് ഇങ്ങനെ പല ഭാഷകളിലായിട്ട് റയൽ മാഡ്രിഡിൻ്റെ അഡ്മിൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി, ഇഞ്ചുറി ടൈമിലാണ് ആർസണൽ വിന്നിങ് ഗോൾ അടിച്ചത്. ഇഞ്ചുറി ടൈമിൽ അതൊരു പെർഫെക്റ്റ് എവേ ഡിസ്പ്ലേ ആണ് ആർസണൽ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതായത് ഡേവിഡ് റായെ സംബന്ധിച്ചോളം ഒരു തേങ്ങയും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്ത് ബിഗ് സേവാണ് അദ്ദേഹത്തിന് പുൾ ഓഫ് ചെയ്യാനുണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. ആർസണലിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് റയൽ മാഡ്രിഡ് ഗോൾ പോലും അടിച്ചിട്ടുള്ളത്, അല്ലേ? ആർസണൽ മിസ്റ്റേക്കിൽ നിന്നാണ്. പിന്നെ ഈ ടീമിൻ്റെ മെച്ചോർഡായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ആർസണൽ സംബന്ധിച്ചിടത്തോളം അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. റൗണ്ട് ഓഫ് 16 പോലും കടക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു അവർക്ക് ആർസൻ വെങ്കറിൻ്റെയൊക്കെ കീഴിൽ. പിന്നീട് അവർ ചാമ്പ്യൻസ് ലീഗ് പോലും കളിക്കാത്ത അവസരങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടായിരുന്നു. 2009 ശേഷം ആദ്യമായിട്ടാണ് അവർ സെമി ഫൈനലിലേക്ക് എത്തുന്നത്. ആർസൻ വെങ്കറാണ് ഇതിനു മുമ്പ് അവരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആർടെറ്റ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം എന്താണ്, ഇതൊരു വലിയ യാത്രയായിരുന്നു, ദുരിതം നിറഞ്ഞൊരു യാത്രയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒരു ഹോപ്പ് വെക്കുന്നുണ്ട്, ഈ ടീമിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ
ഒന്നും കഴിഞ്ഞിട്ടില്ല. സെമി ഫൈനൽ കടുകട്ടിയായിരിക്കും എന്നുള്ള കാര്യം സംശയം വേണ്ട. നിങ്ങൾ ഈ സീസണിൽ ആദ്യം നേരിട്ട PSG അല്ല ഇപ്പോഴുള്ള PSG. ശരിയാണ്, അവർ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ വില്ല പാർക്കിൽ നല്ല രീതിയിൽ മെഴുകുന്നത് നമ്മൾ കണ്ടതാണ്. ഡോണിറൂമിയാണ് അവരുടെ രക്ഷയ്ക്കെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ PSG ഡേഞ്ചറസ് ആണ്. സെക്കൻഡ് ലെഗ് പാരീസിലാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻക്രെഡിബിൾ ബാറ്റിലായിരിക്കും. സെമി ഫൈനലുകൾ കിടിലനായിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. കാരണം വെച്ചാൽ 4 ടീമിനും സാധ്യതകൾ ഒരേപോലെയാണ് ചാമ്പ്യൻസ് ലീഗ് അടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്രെഡിബിൾ ഇൻട്രീഗിങ് ബാറ്റിൽ തന്നെ ആയിരിക്കും. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്റർ മിലാനും ബാഴ്സലോണയും കൃത്യമായിട്ടും ഒരു ടൈറ്റിൽ റേസിൽ കൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവിടെ ലീഗിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം ഈ ചാമ്പ്യൻസ് ലീഗിനോടൊപ്പം. PSG അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആർസണലും അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആകെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം മാത്രമാണ്. അങ്ങനെയല്ല ഇന്ററുടെയും PSG കാര്യങ്ങൾ. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എന്തായാലും ഈക്വൽ സാധ്യതകളാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നീട് നമുക്ക് എൻ്റെ ഫേവറേറ്റ്സ് ആരാണ് അടിക്കാൻ സാധ്യത കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും റയൽ മാഡ്രിഡിനോളം ഈ കോമ്പറ്റീഷനിൽ ചരിത്രം പറയാനുള്ള മറ്റൊരു ക്ലബ്ബില്ല എന്നുള്ളത് ഏത് പൂച്ചക്കുട്ടിക്ക് പറയുന്ന ഒരു തരത്തിലുള്ള സംഭവമാണ് അല്ലേ. അത് പ്രത്യേകിച്ച് ഇനി എടുത്തെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതും അത് തിരുത്തേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ചില റയൽ മാഡ്രിഡ് ആരാധകർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഉള്ളതേ പറയുള്ളൂ. പുകഴ്ത്തേണ്ട സമയത്ത് ഞാൻ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിറാക്കിളുകൾ അവർ നടത്തുമ്പോൾ അതിനെ നല്ല രീതിയിൽ വർണ്ണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതും കൂടി കേൾക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. ഈവൻ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പോലും റയൽ മാഡ്രിഡ് ഡിസേർവിംഗ് ഒന്നും ആയിരുന്നില്ല പ്രോഗ്രസ് ചെയ്യാനായിട്ട്. പക്ഷേ അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ബോട്ട്ലേഴ്സ് ആയതുകൊണ്ട് അതുകൊണ്ട് റയൽ മാഡ്രിഡ് കടന്നുകൂടിയതാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഇവിടെ ഒരു റിക്കറിംഗ് ആയിട്ടുള്ള പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഒരു ബാലൻസിൻ്റെ പ്രശ്നമാണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫെഡയെ പോലെയുള്ള ജൂഡിനെ പോലെയുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ അറ്റാക്കിംഗ് ആട്രിബ്യൂട്ട്സ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണം. അവരെന്തായാലും ഡിഫെൻഡ് ചെയ്തോളും, അവരെന്തായാലും മരിച്ചു കളിച്ചോളും. പക്ഷേ അവരുടെ അറ്റാക്കിംഗ് എബിലിറ്റിയെ കൂടി യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ രീതിയിൽ അതേപോലെ തന്നെ ഈ ടീമിൽ ബാലൻസ് കണ്ടെത്താൻ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് റയൽ മാഡ്രിഡിൽ നടക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അവർ ഇതൊരു വൺ ഓഫ് സീസണായിട്ട് കാണുമെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാർലോ അൻചെലോട്ടി പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സങ്കടപ്പെടാനുള്ള മൊമെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്തായാലും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയല്ലോ. റയൽ മാഡ്രിഡ് ആരാധന സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അവർ തിരിച്ചു വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് അവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഈ സീസണിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. പക്ഷേ അതും ഹ്യൂമിലിയേഷനിൽ അവസാനിക്കരുതേ എന്നുള്ളതായിരിക്കും റയൽ മാഡ്രിഡ് ആരാധകൻ്റെ ഈ ഒരു അവസരത്തിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെക്ലൻ റൈസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കണം. വാട്ട് എ ഗെയിം മാൻ. അതായത് എമിറേറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്ക് ഗോളുകൾ നമ്മൾ ആഘോഷിച്ചു, അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് നമ്മൾ ആഘോഷിച്ചു. ഈ മത്സരത്തിൽ സാന്റിയാഗോ ബെർണബേയിൽ അദ്ദേഹം ഒരൊറ്റ അസിസ്റ്റോ ഒരു ഗോളോ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ബെർണബോയിലെ ഓരോ പുൽനാമ്പും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസാണ്. എല്ലാം കവർ ചെയ്തു. അതായത് മുമ്പ് എന്താ പറയുക, എൻഗോലോ കാൻ്റെ ഈ രീതിയിൽ റയൽ മാഡ്രിഡിനെതിരെ പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. ഹോം ആൻഡ് അവേ അദ്ദേഹത്തിന് മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെൽസിയുടെ കുപ്പായത്തിൽ. അമ്മാതിരി പെർഫോമൻസ് എൻഗോലോ കാൻ്റെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഡെക്ലൻ റൈസ് ഹോം ആൻഡ് അവേ പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. എൻഗോലോ കാണ്ടയ്ക്ക് ഫ്രീക്ക് ഗോളോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വാസ് മാജിക്കൽ. അതേ രീതിയിൽ തന്നെയാണ് ഡെക്ലൻ റൈസിൻ്റെ പെർഫോമൻസ് എനിക്ക് കാണാൻ സാധിച്ചത്. ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഡെക്ലൻ റൈസിനെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർസെപ്ഷൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രഷൻ ആണെങ്കിലും ജൂഡ് ബെല്ലിങ്ങുമായിട്ടുള്ള ആ ഒരു ഡ്യൂലും കാര്യങ്ങളൊക്കെ നടത്തുന്ന സിറ്റുവേഷനിലൊക്കെ ആ ടോപ്പിൽ ഞാനാണ് ഇവിടെ മെയിൻ മാൻ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കരിസ്മ, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതൊക്കെ നമുക്ക് ഡെക്ലൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു. ആംബാൻഡ് ധരിച്ചിട്ടല്ല അദ്ദേഹം ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചവെച്ചുള്ളത്. ഇങ്ങനത്തെ ലീഡേഴ്സിന് ആവശ്യമുണ്ട്. ഡേവിഡ് മോയ്സ് ഈ റീസെൻ്റായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആർസണൽ എനിക്ക് ഇപ്പോഴും 50 മില്യൺ കൂടി തരാനുണ്ട് എന്നുള്ളതാണ്. കാരണം വലിയ തുക കൊടുത്തുകൊണ്ടാണ് വെസ്റ്റ് ഹാമിൻ്റെ ക്യാപ്റ്റൻ കൂടി ആയിട്ടുണ്ടായിരുന്ന ഡെക്ലൻ റൈസിനെ ആർസണൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 105 മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ട്. പക്ഷേ ഡേവിഡ് മോയ്സ് പറഞ്ഞത് ഒരു 50 മില്യൺ കൂടി തരണം എന്നുള്ളതാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഡെക്ലൻ റൈസിൻ്റെ ആ ഒരു പെർഫോമൻസ് ഓവർ ദ 2 legs, മൊത്തത്തിൽ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിലെ പെർഫോമൻസ്, അസാധ്യ പെർഫോമൻസ് മാത്രമല്ല ആളൊരു കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ്.
അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഈവൻ തോമസ് പാർട്ടി ആ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ആ ഒരു യെല്ലോ കാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മത്സരത്തിൻ്റെ അവസാനത്തെ അവസരത്തിൽ. അതൊരു ബിഗ് ബ്ലോ ആണ് ആ സംബന്ധിച്ചോളം. കാരണം തോമസ് പാർട്ടി വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് അല്ലേ. ആൾ ആ ഒരു DM പൊസിഷനിൽ അടിപൊളിയായിട്ടാണ് ഓവർ ദ 2 legs കളിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ഫസ്റ്റ് ലെഗ് സെമി ഫൈനലിൽ PSG-ക്കെതിരെ കളിക്കാനുണ്ടാവില്ല, അനാവശ്യ യെല്ലോ കാർഡ് വാങ്ങുന്നു. അത് യെല്ലോ കാർഡ് വാങ്ങിയപ്പോൾ തന്നെ ഡെക്ലൻ റൈസ് തോമസ് പാർട്ടിയുടെ നേരേക്ക് പോയിട്ട് എന്ത് തേങ്ങയാടാ നീ കാണിക്കുന്ന രീതിയിൽ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ അത് ഡെക്ലൻ അറിയാം ആ ഒരു അവസരത്തിൽ ടൈ തീർന്നു, ഒന്നും ഇനി ബാക്കിയില്ല, പിന്നെ എന്തിന് അനാവശ്യമായിട്ട് ആ യെല്ലോ കാർഡ് വാങ്ങിക്കൂട്ടി എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു കെൽപ്പുണ്ട് ഡെക്ലൻ റൈസിന്, ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഡെക്ലൻ റൈസിന്. അതേ നടത്തുള്ള ഇൻ്റർസെപ്ഷൻസ്, അസാധ്യ ഇൻ്റർസെപ്ഷൻസാണ്, ഡിഫെൻസീവ് ആക്ഷൻസ്, അദ്ദേഹം ബോൾ ക്യാരി ചെയ്യുന്ന രീതി. ഈ മത്സരത്തിൽ എന്താണ് ആ സംബന്ധിച്ചിടത്തോളം 3 ഗോളിൻ്റെ ലീഡ് ഓൾറെഡി ഉണ്ട്, അവർക്ക് ഡിഫെൻഡ് ചെയ്താൽ മതി. പക്ഷേ സ്റ്റിൽ അവർ എന്താണ് റയലിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ഷേപ്പിൽ നിൽക്കുമ്പോൾ അവർക്കെതിരെ ചാൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡ് ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ കണ്ടത്. വെറും ക്രോസുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൽ തന്നെ ഡെക്ലൻ റൈസിൻ്റെ 1-2 മൊമെൻറ്റ്സുകൾ ഞാൻ പറയാം. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, അതിൽ ചില മൊമെൻറ്റ്സുകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ജൂഡ് ബെല്ലിംഗാമും ഡെക്ലൻ റൈസും തമ്മിലുള്ള ഒരു ഡ്യൂൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ജൂഡ് ബെല്ലിംഗാം റൈറ്റിലൂടെ റൺ നടത്തി നല്ലൊരു ബോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കുന്നു. ഫെഡയാണ് കൊടുത്തുന്നാണ് എൻ്റെ ഓർമ്മ, അതോ വാസ്കസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആ ചാനലിലൂടെയുള്ള റണ്ണ് നമ്മൾ കാണാനാണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ. അപ്പോൾ ബോക്സിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ ട്രാക്ക് ചെയ്ത് വരുന്നത് ഡെക്ലൻ റൈസാണ്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം ബോൾ വിൻ ചെയ്യുകയാണ്. ഗ്രേറ്റ് ടാക്കിൾ പുൾ ഓഫ് ചെയ്യാണ്. പിന്നെ നമ്മൾ 58ാമത്തെ മിനിറ്റിൽ തിബോ കോർട്ടോ ഫെഡയ്ക്ക് ബോൾ കൊടുത്തിട്ട് ഫെഡ് ആ ഒരു ഹാർട്ട് ഓഫ് ദ മിഡ്ഫീൽഡിലൂടെ റണ്ണ് നടത്തുകയാണ്. അതായത് ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് ഇങ്ങനെ റൺ ചെയ്യുകയാണ് ഫെഡെ വാൽവെർദെ. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ നമുക്ക് അധികം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മുമ്പിൽ അതിങ്ങനെ റൺ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല. പക്ഷേ ഡെക്ലൻ റൈസിൻ്റെ ആ ഒരു ഇൻ്റർസെപ്ഷൻ സ്കില്ല്, ഫെഡയുടെ പാസ് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, മനോഹരമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. അത് ബ്യൂട്ടിഫുൾ ഇൻ്റർസെപ്ഷനാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ തന്നെ മറ്റൊരു ഇൻ്റർസെപ്ഷൻ, എംബാപ്പയെ വിനിയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എംബാപ്പെ മറ്റൊരു പാസ് കൊടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കൃത്യമായിട്ടും അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ഡെക്ലൻ റൈസ്. അത്തരത്തിലുള്ള നിരവധി മൊമെൻറ്റ്സ് ഈ മത്സരത്തിലുണ്ടായിരുന്നു. ഫ്രീ കിക്കിൽ ബ്ലോക്ക് ഇടുന്നു. വാട്ട് എ പ്ലെയർ മാൻ, വാട്ട് എ ഗെയിം ഹി ഹാഡ്. വെസ്റ്റ് ഹാമിനെ അവരുടെ ആ ഒരു യൂറോപ്യൻ കിരീടത്തിലേക്ക്, കോൺഫറൻസ് ലീഗ് ആണെങ്കിലും ആ ഒരു കിരീടത്തിലേക്ക് നയിക്കാനാണ് ഡെക്ലൻ റൈസിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാപ്റ്റൻ സാമ്പാൻഡ് ഇല്ലാണ്ട് ആ കിരീടത്തിലേക്ക് അദ്ദേഹത്തിന് നയിക്കാൻ സാധിക്കുമെന്നത് കണ്ടറിയാം. പിന്നെ ബുക്കായോ സാക്കയുടെ പെർഫോമൻസ്. ബുക്കായോ സാക്കക്ക് ഈ ടൈ തുടക്കത്തിൽ തന്നെ കിൽ ഓഫ് ചെയ്യാനുള്ള സുവർണാവസരം അതിന് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പെനാൽറ്റി അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പനൻക അറ്റംപ്റ്റ് കോർട്ടുവ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു. കോർട്ടുവ വേൾഡ് ക്ലാസ് കീപ്പറാണ്. പുള്ളിക്കാരൻ ആദ്യം ഇവിടെ നടക്കൂലട എന്നുള്ള രീതിയിലാണ് ആ ഒരു സേവ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ക്രൗഡിൽ നോക്കി സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ബുക്കായോ സാക്ക തളരുന്ന കൂട്ടത്തിലല്ല ഇപ്പോൾ ഉള്ളത്. ആൾ യൂറോയിൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടുള്ള ഇറ്റലിക്കെതിരെയുള്ള പെനാൽറ്റി ഷൂട്ടുകളിലൊക്കെ പെനാൽറ്റി മിസ്സാക്കിയിട്ട് വലിയ രീതിയിലുള്ള റേസിസ്റ്റ് അബ്യൂസും കാര്യങ്ങളൊക്കെ നേരിട്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ. പക്ഷേ അവിടെ നിന്നൊക്കെ അദ്ദേഹം ഒരുപാട് വളർന്നു, മെൻ്റലി സ്ട്രോങ് ആയിരിക്കുകയാണ് ബുക്കായോ സാക്ക. ഇതേ മത്സരത്തിൽ ഇതേ കീപ്പറിനെതിരെ ഡിങ് ഫിനിഷ്, ചിപ്പ് ഫിനിഷ് അതിന് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ഫിനിഷ്, എന്നെക്കൊണ്ട് സാധിക്കും, അതിപ്പോൾ ഏത് തിബോ കോർട്ടോ ആണെങ്കിലും എന്നുള്ള രീതിയിലുള്ള ഒരു ഫിനിഷാണ് അവിടെ ബുക്കായോ സാക്ക പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള അതിൻ്റെ സെലിബ്രേഷൻ, അതായത് തിയറി ഓൺറി എന്ന് പറയുന്ന ആസ്നലിൻ്റെ ഇതിഹാസം ഇതേ ഗ്രൗണ്ടിൽ ഇതേ ക്രൗഡിന് മുമ്പിൽ മിണ്ടണ്ട എന്ന രീതിയിലുള്ള സെലിബ്രേഷൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ക്രൗഡിനെ ഷഷ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു സെലിബ്രേഷൻ ബുക്കായോ സാക്കയും പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ് സാന്റിയാഗോ ബെർണബേയിൽ. പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള അതേ മനുഷ്യൻ അതേ രീതിയിൽ തന്നെ ഒരു ഡിങ് ഫിനിഷ് പുൾ ഓഫ് ചെയ്യുന്നു. അതിന് ചെറിയ തോതിലുള്ള ഉറപ്പൊന്നും പോരാ. അപ്പോൾ എത്രത്തോളം ബുക്കായോ സാക്ക എന്ന് പറയുന്ന പ്ലെയർ ഗ്രോ ചെയ്തിട്ടുണ്ട്, മെച്യൂരിറ്റി എത്രത്തോളം ആയിട്ടുണ്ട്, മെൻ്റലി എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരൊറ്റ പെർഫോമൻസിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഗോൾ വന്നിട്ടുള്ള രീതിയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് ഒരു ലോങ് ബോൾ, ഒരു ഏരിയൽ ഡ്യൂവിൽ മിക്കേൽ മെറീനോ വിൻ ചെയ്യാണ്. മിക്കേൽ മെറീനോ ഗ്രേറ്റ് സെൻറ്റർ ഫോർവേഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഓവർ ദ 2 legs. ഫസ്റ്റ് ലെഗിൽ ഗോൾ അടിച്ചിട്ടുണ്ട്, ഈ മത്സരത്തിൽ 2 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഗോൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഏരിയൽ ഡ്യൂവിൽ വിൻ ചെയ്യുന്നു, റുഡിഗറൊക്കെ ചാടി നോക്കി ഒരു രക്ഷയില്ല. അവിടെ ഏരിയൽ ഡ്യൂവിൽ ആ ചെങ്ങായി വിൻ ചെയ്യുന്നത് ബുക്കായോ സാക്കയിലേക്ക് ചെന്ന് വീഴുന്നു. റുഡിഗർ ബുക്കായോ സാക്കേൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾ റുഡിഗറിനെ മറികടന്ന് പോകാൻ ശ്രമിക്കുന്നില്ല, പകരം ഒഡിഗാർഡിന് അത് പാസ് കൊടുക്കുന്നു. ഒഡിഗാർഡിനെ പാസ് കൊടുത്തുള്ള അവസരത്തിൽ ഡെക്ലൻ റൈസ്
അവിടെ ആ ബോക്സിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അൺമാർക്ഡ് ആയിട്ട്, ആരും അതിൻ്റെ അടുത്ത് പോലും ഇല്ല. എൻട്രിക്കൊക്കെ അപ്പർ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ. അവിടെ ലാക്ക് ഓഫ് എഫേർട്ടൊക്കെ നമുക്ക് എൻട്രിക്കിൻ്റെ ഭാഗത്തൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഗോളിൽ. അതായത് ഒഡിഗാർഡ് ഡെക്ലൻ റൈസിനെ പിക്ക് ചെയ്യുന്നു. ഡെക്ലൻ റൈസ് അപ്പോൾ ഒബ്വിയസ്ലി അദ്ദേഹത്തിലേക്ക് ചുവമേനിയൊക്കെ അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാക്ക ഈ ഒഡിഗാർഡിന് പാസ് കൊടുത്തതിന് ശേഷം സാക്ക ബോക്സിലേക്ക് ഇങ്ങനെ നീങ്ങി പോവുകയാണ്, ബോക്സിൻ്റെ സെൻട്രൽ ഏരിയയിലേക്ക് ഇങ്ങനെ നീങ്ങി പോവുകയാണ്. അപ്പോൾ റുഡിഗർ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹത്തെ വിട്ടു. കാരണം പിന്നെ റുഡിഗർ പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഡെക്ലൻ റൈസ് എന്നിട്ട് ബോൾ എടുത്തിട്ട് റൈറ്റിലേക്ക് കട്ടിങ് സൈഡ് വന്നതിന് ശേഷം വീണ്ടും അത് ഒഡിഗാർഡിന് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ എൻട്രിക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നമ്മൾ കാണുന്നില്ല. ആ ഒരു വില്ലിങ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ഒരു എഫേർട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ്, അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മിക്കേൽ മെറീനോ ഔട്ട്സൈഡ് ബോക്സിൽ ബോക്സിന് തൊട്ട് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. മിക്കേൽ മെറീനോയെ പിക്ക് ചെയ്തു ഒഡിഗാർഡ്. മിക്കേൽ മെറീനോ പിന്നെ ഈ സാക്കയുടെ മൂവ്മെൻറ്റ്, ബോക്സിലേക്കുള്ള മൂവ്മെൻറ്റ് കാണുന്നു. അസെൻസിയൊക്കെ ബോൾ വാച്ചിങ് ആണ്. പക്ഷെ അവിടെ ലൈന് കീപ്പ് ചെയ്യാനുള്ള, ഓഫ് സൈഡ് ട്രാപ്പ് ഇടാനുള്ള ശ്രമമാണ് റുഡിഗറൊക്കെ നടത്തിയത്. പക്ഷേ ഫെഡെ വാൽവെർദെ നാച്ചുറൽ ഫുൾ ബാക്ക് അല്ല, പുള്ളിക്കാരൻ അവിടെ സാക്കയെ ഓൺ സൈഡാക്കി നിർത്തുന്നുണ്ട്. അങ്ങനെ അവിടെ ഓഫുൾ ഡിഫെൻഡിങ് ആണ്, കമ്മ്യൂണിക്കേഷൻ്റെ കുറവുണ്ട്, അതേപോലെ തന്നെ എഫേർട്ടിൻ്റെ കുറവുണ്ട്. പക്ഷേ ആ ഗോൾ വന്ന ഉടനെ തന്നെ റയൽ മാഡ്രിഡ് ഈക്വലൈസർ നേടി. അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഡേവിഡ് റായ ഡെക്ലൻ റൈസിന് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. ഡെക്ലൻ റൈസ് പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ അത് സലീബയ്ക്ക് കൊടുക്കുന്നു. സലീബ എഡ്ജ് ഓഫ് ദ ബോക്സിലെ ബോൾ റിസീവ് ചെയ്തപ്പോൾ ആൾക്ക് ഈ വിനി ജൂനിയർ വരുന്നത് ആൾ കണ്ടുപോലുമില്ല. അപ്പോൾ ഒരു ഷൗട്ട് അതിന് കിട്ടിയോന്ന് പോലും സംശയമാണ്. അവിടെ വിനി ജൂനിയർ വന്നിട്ട് അത് പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. സലീബയുടെ ബിഗ് മിസ്റ്റേക്ക്, ബിഗ് എറർ. പക്ഷേ എന്താണ്, അപ്പോഴും മത്സരം സമനിലയാകുന്നുള്ളൂ. 3 ഗോളുടെ അഡ്വാൻറ്റേജ് അപ്പോഴും ആർസണൽ തന്നെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആർസണലിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന്, അല്ലെങ്കിൽ വിനി ജൂനിയർ പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിൽ നിന്ന് മാത്രമേ റയൽ മാഡ്രിഡിന് ഗോളടിക്കാൻ സാധിച്ചുള്ളൂ. അല്ലാതെ അവർക്ക് കാര്യമായിട്ട് ഡേവിഡ് റായെ ടെസ്റ്റ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ ചില സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 പെനാൽറ്റി കോളുകളും VARൻ്റെ ഡിസിഷനുകളാണ് ഫസ്റ്റ് ഹാഫിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ടൊക്കെ റയൽ മാഡ്രിഡ് ഭാഗത്തുണ്ടായിരുന്നു. വിനി ജൂനിയർ റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് വരുന്നു. അതായത് ആ ഒരു ഹാഫിൻ്റെ അടുത്ത് ബോൾ സ്ലൈഡ് ചെയ്തിട്ടൊക്കെ റയൽ മാഡ്രിഡ് വിൻ ചെയ്യുന്നു. എംബാപ്പെ ബോൾ വിനിക്ക് കൊടുക്കുന്നു. എന്നിട്ട് എംബാപ്പെ ബോക്സിലേക്ക് കയറിപ്പോയി. വിനി കട്ടിൻ സൈഡ് വന്നിട്ട് ഒരു ഷോട്ട് അടിക്കുന്നത് എംബാപ്പെ ചെസ്റ്റ് ഡൗൺ ഒക്കെ ചെയ്തിട്ട് വലയിലേക്ക് ആക്കി. പക്ഷേ എംബാപ്പെ ഓഫ് സൈഡ് ആയിരുന്നു. 2ാമത്തെ മിനിറ്റിൽ അങ്ങനെ നടന്നിട്ടുള്ള സംഭവമാണ്. പിന്നീട് 7ാമത്തെ മിനിറ്റുള്ള ആർസണലിൻ്റെ കോർണറിൽ നിന്ന് പിന്നെ ഒരു സംഭവം നടക്കുകയാണ്. അത് 9 മിനിറ്റ് ആയപ്പോഴാണ് റെഫറിയോട് സ്ക്രീനിൽ പോയി നോക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രീനിൽ പോയി നോക്കിയപ്പോൾ എന്താ സംഭവിച്ചാൽ, ആ കോർണറിൽ നിന്ന് അത് തിബോ കോർട്ടോ ക്യാച്ച് ചെയ്തിട്ട് സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അസെൻസിയോ ശരിക്കും മിക്കേൽ മെറീനയെ പിടിച്ച് വലിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്. ആ ഒഫൻസിന് പെനാൽറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ ക്യാമറ കണ്ണുകൾ ഇത്രയധികം ഉള്ളൊരു മോഡേൺ ഗെയിമിൽ അത്തരത്തിലൊരു സംഭവം ചെയ്യണമെന്നുള്ളതാണ്. പിടിച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അവിടെ പണി കിട്ടി. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2 മിനിറ്റ് അവിടെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ഡിസിഷനിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയും ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ആ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് സ്ക്രീനിൽ പോയി നോക്കാനും ഗെയിമൊന്നും സ്റ്റോപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്താണ്, നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ പുറകിലേക്ക് പോകുന്നത്. എന്തായാലും അത് പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നു. അത് ഫൗളാണ്. അങ്ങനെ ആ പെനാൽറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നീട് അപ്പുറത്തൊരു പെനാൽറ്റി റയൽ മാഡ്രിഡ് കിട്ടി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റ് സൈഡിൽ നിന്നുള്ള നമ്മുടെ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നുള്ള നമ്മുടെ വാസ്കസിൻ്റെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു. ബോക്സിലേക്ക് വന്നപ്പോൾ അത് ഡെക്ലൻ റൈസ് നമ്മുടെ എംബാപ്പയെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ പുള്ളോ കാര്യമായിട്ടുള്ള ഒരു ബ്ലോക്കോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എംബാപ്പെ പെനാൽറ്റിക്കായിട്ട് വീഴുന്നു. റെഫറി പെനാൽറ്റി കൊടുക്കുന്നു. 5-6 മിനിറ്റ് എടുത്തു പിന്നീട് അവിടെ അത് പെനാൽറ്റി അല്ല, അത് ഫൗളല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ. ഓഫ് സൈഡ് ചെക്ക് നടക്കുന്നു. റെഫറിയോട് നേരത്തെ തന്നെ സ്ക്രീനിൽ പോയി നോക്കാൻ ഇവന്മാർക്ക് പറഞ്ഞുകൂടെ. ഈ 5 മിനിറ്റ് എന്ത് തേങ്ങട മൂടാണ് അതിൻ്റെ ഉള്ളിൽ നോക്കിയിരുന്നത് എന്നുള്ള എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആ ഗെയിമിൻ്റെ മൊമെൻ്റ് ഇങ്ങനെ കിൽ ഓഫ് ചെയ്യുന്നു. റെഫറി എന്നിട്ട് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് ഒബ്വിയസ്ലി അവിടെ പിന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എംബാപ്പേനെ ഡെക്ലൻ റൈസ്. പക്ഷേ അതൊരു ഫൗളല്ല. അത് ഈ ഹോൾഡിങ്ങും പരിപാടികളൊക്കെ ഓരോ കോർണറിലും ഓരോ സെറ്റ് പീസിലും ബോക്സിലൊക്കെ നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അതിലൊരു ഫൗൾ കൊടുക്കുന്ന തരത്തിലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണത് പിന്നെ റിവോക്ക് ചെയ്തത് ആ ഡിസിഷൻ. അത് ഫൗൾ കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമല്ല. എംബാപ്പെ പെട്ടെന്ന് വീണുപോയി. അത് റെഫറിനെ കോൺ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് റെഫറി തന്നെ തിരുത്തി. പക്ഷേ അത് തിരുത്താൻ 6 മിനിറ്റ് വേണ്ടി വന്നു എന്നുള്ളതാണ്. അത് എന്ത് തേങ്ങയാണെന്നുള്ളതാണ്. എന്തായാലും അത് ഡെക്ലൻ റൈസ് അത് ആ ഡിസിഷൻ വന്നപ്പോൾ തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് അത് ഫൗളല്ല എന്നുള്ള രീതിയിൽ. കാരണം അത് ഫൗളല്ല.
അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസി സത്യം പറഞ്ഞാൽ ഏതാണ് ഫൗളില്ല എന്നുള്ളത് ഇപ്പോൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഈ VR ഇറയിൽ എന്നുള്ളതാണ്. എന്തായാലും അവിടെ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിച്ചു. ഒരു പക്ഷേ അവിടെ ഒരു പെനാൽറ്റി കിട്ടിയിരുന്നെങ്കിൽ 1-0 ആ ഒരു സമയത്തായിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി സമയത്ത് തന്നെ അത്തരത്തിലൊരു പെനാൽറ്റി ഗോളൊക്കെ അടിക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ റമോൺടാഡയുടെ സാധ്യതകൾ വർദ്ധിച്ചേനെ. പക്ഷേ പിന്നെ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടൊന്നും രണ്ട് സൈഡും ചെയ്തിട്ടില്ല. ആ സംബന്ധിച്ചോളം കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റയൽ മാഡ്രിഡിൻ്റെ ക്രോസുകൾ ഇങ്ങനെ ഈസിലി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ടി നല്ല രീതിയിൽ ആ ഒരു മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, ആ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോളിൽ. ഒഡിഗാർഡിൻ്റെ പാസുകളൊക്കെ ഇത്തിരി ആവറേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചില അവസരങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള അവസരത്തിൽ അതിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മൈൽസ് ലൂയിസ് കെല്ലിയൊക്കെ എത്ര ബ്രേവായിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. മത്സരത്തിൻ്റെ 5ാമത്തെ മിനിറ്റിൽ പുള്ളിക്കാരൻ ഒരു ഷോൾഡർ ഡ്രോപ്പൊക്കെ ഒരു ഹാഫിലിൻ്റെ അടുത്ത് ചെയ്തതൊക്കെ ഭയങ്കര രസമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ബ്രേവറി ബോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം 80ാമത്തെ മിനിറ്റിലെങ്ങാനും അദ്ദേഹം ആ ഡിഫൻസിൽ നിന്ന് ബോൾ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ്. എന്നിട്ട് ഹാഫിലെടുത്ത് അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് റയൽ മാഡ്രിഡ്. നടക്കുന്നില്ല. എന്നിട്ട് അത് ഒടുവിൽ ഒരു മാർട്ടിൻ ഒഡിഗാർഡിൻ്റെ അറ്റംപ്റ്റിൽ കലാശിച്ചാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഡ്രൈവ് ചെയ്ത് പോകുന്ന സംഭവം ലൂയിസ് കെല്ലി ഒരു സെൻസേഷണൽ ടാലൻ്റാണ്. സെൻസേഷണൽ ടാലൻറ്റ്. അപ്പോൾ ആളൊരു നാച്ചുറൽ മിഡ്ഫീൽഡർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കാഡമി ഏജിൽ. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുമ്പോഴും അദ്ദേഹം ഇൻവേർട്ട് ചെയ്തിട്ട് ഒരു മിഡ്ഫീൽഡറിനെ പോലെ കളിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ദൗത്യം ഉണ്ടായിരുന്നു. മനോഹരമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. റോഡ്രിഗോ ഒന്നും മത്സരത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലേക്കാണ് അദ്ദേഹം കളിക്കുന്നത്. കാരണം വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വാസുവണ്ണനായിരുന്നു. വാസുവണ്ണനൊന്നും ചെയ്യാൻ പറ്റിയില്ല. വാസുവണ്ണൻ റൈറ്റ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് നമ്മുടെ ഫെഡെ പാവം വീണ്ടും റൈറ്റ് ബാക്കിനെ പോലെ അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ റൈറ്റ് ബാക്കിനെ പോലെയാണ് ചെങ്ങായി കളിക്കുന്നുണ്ടായിരുന്നത് അവിടെ കവർ കൊടുക്കാനായിട്ട്. ജൂഡ് ബെല്ലിംഗാമും അഗെയിൻ അദ്ദേഹത്തിനും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ക്രോസൊക്കെ ഉണ്ടായിരുന്നു. ടേക്കേഴ്സ് ഇല്ല. അഗെയിൻ ക്രോസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടേക്കേഴ്സ് ഇല്ല. ഈ രീതിയിലാണ് റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ബുക്കായോ സാക്കയുടെ ഒക്കെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ, മാർട്ടിനെല്ലി നല്ല രീതിയിൽ ഡിഫെൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാക്കയുടെ ഒരു മൊമെൻറ്റ്, അങ്ങനെ അത്തരത്തിലുള്ള 1-2 മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു മൊമെൻറ്റ് 75 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസരത്തിൽ ജൂഡ് ബെല്ലിംഗാം പിന്നെ പാസ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആർസണലിൻ്റെ ബോക്സിലേക്ക് വന്നിട്ട് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ബുക്കായോ സാക്കയാണ്. അപ്പോൾ അതാണ് വിങ്ങർമാരുടെ അടുത്ത് നിന്ന് അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് പോലും നല്ല രീതിയിലുള്ള ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ വേണം. റയലിനെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷറി പ്ലേയേഴ്സാണ് അവിടെ ഉള്ളത്. അതൊരു പ്രശ്നമാണ്. ഒരെണ്ണത്തിനൊക്കെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം. 2 ലക്ഷറി പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നട്ടപ്പട്ടിയാവൂല. പിന്നെ എന്താണ് ഫെഡയെ യൂസ് ചെയ്യുന്ന രീതി ഓവർ ഡിഫെൻസീവ് ഡ്യൂട്ടിയാണ്. അദ്ദേഹത്തിനൊന്നും ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. ചൊമേനി ആ മിഡ്ഫീൽഡിൽ അദ്ദേഹത്തെയൊക്കെ തോമസ് പാർട്ടെ വിഴുങ്ങിക്കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ. തോമസ് പാർട്ടെ ഹാഡ് അനദർ ഫാന്റാസ്റ്റിക് ഗെയിം. മാർട്ടിനെല്ലി ആ ലെഫ്റ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ബോൾ കിട്ടുന്ന അവസരത്തിൽ അദ്ദേഹം ആ ലെഫ്റ്റിലൂടെ പായാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗോൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം നമുക്ക്. അതായത് അഗെയിൻ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വരുന്നു. ആർസണൽ അത് ഡിഫെൻഡ് ചെയ്യുന്നു. മിക്കേൽ മെറീനോ ആ ബോൾ റിസീവ് ചെയ്യുന്നു. എന്നതിന് ശേഷം മാർട്ടിനെല്ലി റൈറ്റിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിലേക്കുള്ള റണ്ണ് മികച്ചതാണ്. അത് പിക്ക് ചെയ്യാൻ മെറീനോക്ക് സാധിക്കുന്നു. അങ്ങനെ അത് മാർട്ടിനെല്ലി ഓടിപ്പോയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഗ്രേറ്റ് കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ. പക്ഷേ വീണ്ടും ക്രോസ്. അതിനു മുമ്പ് വിനിയുടെ ഒരു ക്രോസൊക്കെ ഉണ്ടായിരുന്നു. എൻട്രിക്കിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്രോസ്. അത് എൻട്രിക്ക് ഹെഡ് ചെയ്തിട്ട് ചെസ്റ്റിൽ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ നടപടി ആവുന്നില്ല. കിവിയോറിൻ്റെ അവിടുത്തെ ആ ഒരു കമ്പോസ് നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം അത് ഹെഡ് ചെയ്തിട്ട് നേരെ ഡേവിഡ് റായ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കിവിയോർ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. ഞാൻ ഫസ്റ്റ് ലെഗിൻ്റെ പ്രിവ്യൂ സംസാരിക്കുമ്പോഴും സെക്കൻഡ് ലെഗിൻ്റെ പ്രിവ്യൂ സംസാരിക്കുമ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു വീക്ക്നെസ് ഉള്ളത് കിവിയോറിൻ്റെ ആ ഏരിയയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലെ ചില മൊമെൻറ്റ്സുകൾ അത്തരത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ഈ ബിഗ് ഗെയിമിൽ 2 എണ്ണത്തിലും അദ്ദേഹം സ്റ്റെപ്പ് ചെയ്തു. ഗബ്രിയലിൻ്റെ ആബ്സെൻസിൽ അദ്ദേഹം മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. ഈവൻ ഓൺ ദ ബോൾ കാംനെസ് കാണിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിവിയോറിന് ക്രെഡിറ്റ് വേണം. ഇത് മൊത്തത്തിലുള്ളൊരു ടീം എഫേർട്ടാണ്. അത്തരത്തിലൊരു പ്രോപ്പർ ടീമായിട്ടാണ് ആർട്ടറ്റയുടെ ഈ ആർസണൽ സൈഡ് പ്രവർത്തിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡ് ബഞ്ച് ഓഫ് ഇൻഡിവിജ്വൽസ് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ലെഫ്റ്റ് ബാക്കായിട്ട് അലാവിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ എല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ റയൽ മാഡ്രിഡ് കംബാക്കുകൾ നടത്തിയപ്പോൾ, റയൽ മാഡ്രിഡ് റെമോൺടാഡുകൾ നടത്തിയപ്പോൾ, റയൽ മാഡ്രിഡ് ബിഗ് സക്സസ് സ്റ്റോറീസ് രചിക്കുമ്പോൾ ലീഡർമാരുടെ കലവറയായിരുന്നു ആ സൈഡിൽ എന്നുള്ള കാര്യം ഓർക്കണം. ലീഡർമാർ. അപ്പോൾ ഇവിടെ ആ ലീഡർഷിപ്പിൻ്റെ അഭാവം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പലാവയൊക്കെ ലെഫ്റ്റ് ബാക്ക് റോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പക്ഷേ അലബയ്ക്ക് വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റോളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ഷേപ്പിലൊന്നും അല്ലാതെ ഉള്ളത്. ആ രീതിയിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സാക്ക കട്ടിൻ സൈഡിൽ തോന്നിട്ട് ഷോട്ടൊക്കെ അൺലീഷൊക്കെ ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. സാക്ക ആ ഒരു പെനാൽറ്റി മിസ്സിന് ശേഷവും കമ്പോസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, റീസെറ്റ് ബട്ടൺ ഞെക്കണം. വീണ്ടും കുറേ പരിപാടികൾ പെരസിന് ചെയ്യാനുണ്ട്. മാത്രമല്ല അവിടെ ഒരു നല്ലൊരു ടാക്ടീഷ്യൻ പുതുതായിട്ട് വരണം. കാർലോ അൻചെലോട്ടിയുടെ സമയം കഴിഞ്ഞു. അദ്ദേഹം മാക്സിമൈസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സമയം, അല്ലേ? എന്താണ് ഈ തിരിച്ചുവരവിൽ 2 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളിയാണ്? ആർസണൽ ഇന്നേ വരെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അവരുടെ കന്നിക്കിരീടത്തിനായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അത്തരത്തിലൊരു യാത്രയാണ്. PSG-യും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർലോ അൻചെലോട്ടിയുടെ ഈ 2ാം വരവിൽ അദ്ദേഹം 2 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചു കൊടുക്കുന്നത് അത് ചെറിയ സംഭവമൊന്നുമല്ല മക്കളെ. അപ്പോൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തെ സാക്കിയാനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ലൊരു ഫെയർവെല്ലാണ് കൊടുക്കേണ്ടത്. നല്ലൊരു ഫെയർവെൽ കൊടുത്തിട്ട് അദ്ദേഹം പോട്ടെ, പുതിയ കോച്ച് വരട്ടെ, പുതിയൊരു ടാക്ടിക്കൽ കോച്ച് വരട്ടെ. റയൽ മാഡ്രിഡിൻ്റെ ഇൻഡിവിജ്വലിസം എപ്പോഴും അവരുടെ ഒരു മേജർ ത്രെട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു സിസ്റ്റം കൂടി അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും കാർലോ അൻചെലോട്ടിയുടെ സമയം കഴിഞ്ഞു. പുതിയ കോച്ച് വരട്ടെ, പുതിയ പ്ലാൻ ഉണ്ടാക്കട്ടെ. റയൽ മാഡ്രിഡ് എന്തായാലും അടുത്ത സീസണിൽ, വരാൻ പോകുന്ന സീസണുകളിൽ ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ്സ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും അവർ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാകും. ആ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കന്നിക്കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കുമെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഇനിയും വലിയ കടമ്പകൾ കിടക്കാനുണ്ട്. അതിനുള്ള കെൽപ്പ് അവർക്കുണ്ടോ? കണ്ടറിയാം. എന്തായാലും ഇത് എൻജോയ് ചെയ്യാനുള്ള അവസരം തന്നെയാണ് ഗണ്ണേഴ്സിന്. എൻജോയ് ചെയ്യുക. 2009 ശേഷമുള്ള ആദ്യത്തെ സെമി ഫൈനൽ അപ്പിയറൻസ് ആണ്. ആർട്ടറ്റ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മത്സരത്തിന് മുമ്പായിട്ട് അദ്ദേഹം പെപ്പിനോടൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പെപ്പിൻ്റെ ശിഷ്യൻ കൂടിയാണ് ആർട്ടറ്റ എന്നുള്ള കാര്യം ഓർക്കണം, അല്ലേ? അപ്പോൾ എന്താണ്, പെപ്പില്ലായിരുന്നെങ്കിൽ താൻ ഇത്തരത്തിലൊരു സ്റ്റേജിൽ എത്തില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പെപ്പിനോടുള്ള ആദരവ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ആർട്ടറ്റയുടെ ടീം ഒരു പെപ്പ് ടീമിൻ്റെ ഫുട്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളൊന്നുമല്ല. ആർട്ടറ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ആർട്ടറ്റയെ കൊണ്ട് കൂട്ടിയാൽ കൂടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 4 ടീമുകൾക്കും ഈക്വൽ സാധ്യതകളുണ്ട്. ഇനി ആർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കണ്ടറിയാം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഗണ്ണേഴ്സ് നിങ്ങൾ ഈ മൊമെൻ്റ് എൻജോയ് ചെയ്യാം. സെമി ഫൈനൽ വരുമ്പോഴല്ലേ നമുക്ക് അപ്പം നോക്കാം. റയൽ മാഡ്രിഡിനെ ഹോം ആൻഡ് എവേ പരാജയപ്പെടുത്തിയതിൻ്റെ ഈ ഒരു സുഖം അത് അനുഭവിക്കുക. ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. അത്ര നോക്കിയാൽ മതി. ബാക്കി അപ്പമല്ലേ, അപ്പം നോക്കാം. ഇഫട്ടെ, ഇത് എൻജോയ് ചെയ്യേണ്ട മൊമെൻ്റ് തന്നെയാണ്. എമ്മാതിരി പെർഫോമൻസാണ്, ഏജാതി പെർഫോമൻസാണ്. 5-1 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറാണ് പരാജയപ്പെടുത്തിയത്. തരിപ്പണമാക്കിയിട്ടുണ്ട് റയൽ മാഡ്രിഡിനെ. എന്തൊക്കെ ചർച്ചകളായിരുന്നു, എന്തൊക്കെ വർത്തമാനങ്ങളായിരുന്നു. എല്ലാവരുടെയും വായടപ്പിക്കാൻ ആർട്ടറ്റയുടെ ടീമിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ കാർലോ അൻചെലോട്ടിയുടെ സബ്ബുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് വന്നത്? 60ാമത്തെ മിനിറ്റിൽ ഡാനി സബിയോസിന് കൊണ്ടുവരുന്നു. റോഡ്രിഗോക്ക് പകരമായിട്ട് ഫ്രാൻ ഗാർസിയ വരുന്നു. ഡേവിഡ് അലബയ്ക്ക് പകരമായിട്ട് വാസ്കസിന് പകരമായിട്ട് എൻട്രിക്ക് വരുന്നു. അപ്പോഴാണ് നമ്മുടെ വാൽവെർദെ റൈറ്റ് ബാക്കായിട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻട്രിക്കിൻ്റെ 1-2 അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് 74ാം മിനിറ്റിലാണ് ലുക്കീറ്റ വരുന്നത് അസെൻസിയോക്ക് പകരമായിട്ട്. അപ്പോൾ ചെമേനി സെൻറ്റർ ബാക്കായിട്ട് മാറി. ബ്രഹീം ഡിയാസ് വരുന്നു. കിലിയൻ എംബാപ്പയ്ക്ക് പകരമായിട്ട്. കിലിയൻ എംബാപ്പയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അത് എത്രത്തോളം ഗുരുതരമാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും ആങ്കിൾ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സീന് കണ്ടപ്പോൾ. അതിരിത്തിരി മോശം ഒരു സംഭവമായിരുന്നു. പിന്നെന്താ, മത്സരത്തിന് ശേഷം ബുക്കായോ സാക്കയും വിനി ജൂനിയറും ജേഴ്സി കൈമാറുന്നത് കാണാൻ സാധിച്ചു. അത് സുന്ദരമായിട്ടുള്ള നിമിഷമായിരുന്നു. പിന്നെ ഹാഫ് ടൈമിൻ്റെ സമയത്ത് ഡാനി കാർവഹാല് ബുക്കായോ സാക്കയുമായിട്ടൊന്ന് കോർക്കാൻ പോയി. എന്തിനായിരുന്നു എന്നുള്ളതൊരു പിടുത്തമില്ല. സാക്കയുടെ കോൺഫിഡൻസ് കളയാനായിട്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും സാക്ക സെക്കൻഡ് ഹാഫിലാണ് ആ ഫാന്റാസ്റ്റിക് ഫിനിഷ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാക്ക ഒരു മാജിക്കൽ ഫുട്ബോളറാണ്. ഗ്രേറ്റ് വിങ്ങറാണ്. ആർസണലിൻ്റെ ആ ഒരു അറ്റാക്കിങ്ങിൻ്റെ ബേർഡൻ കുറേ നാളായിട്ട് ആ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന തരത്തിലൊരു ചെങ്ങായിയാണ്. അദ്ദേഹം ഗോളടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിങ് പാർട്ട്ണറായിട്ടുള്ള മാർട്ടിനിൽ ഗോളടിക്കുന്നു. അത് രണ്ടും ആർട്ടറ്റയ്ക്ക് നല്ല രീതിയിലുള്ള സുഖം കൊടുക്കുന്ന തരത്തിൽ സംഭവിക്കും. ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവം, ഒരു നാച്ചുറൽ നമ്പർ 9 ഇല്ലാണ്ട് ഒരു മിഡ്ഫീൽഡറിനെ 9 കളിപ്പിച്ചുകൊണ്ടാണ് ഹോം ആൻഡ് എവേ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. ആർസണലിലും ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഒരു മിഡ്ഫീൽഡറിനെ പിടിച്ച് നമ്പർ 9 ആക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നത് ആർസണലിനെ. പിന്നെ മാത്രമല്ല, അവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ടിംബർ ഫാന്റാസ്റ്റിക്കായിട്ട് പെർഫോം ചെയ്യുന്നു. അതായത് 90 മിനിറ്റിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ വിനി ജൂനിയറിനെ നമ്മൾ പിന്നീട് കണ്ടത് ടിംബറിൻ്റെ പോക്കറ്റിലാണ്. ഫസ്റ്റ് ലെഗിലും അത് തന്നെയാണ് സംഭവിച്ചത്, സെക്കൻഡ് ലെഗിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതേപോലെ സലീബ മിസ്റ്റേക്ക് വരുത്തിയെങ്കിലും ഹി ഹാഡ് എ ഗുഡ് ഗെയിം. പക്ഷേ ആ മിസ്റ്റേക്ക് ഒബ്വിയസ്ലി അത് മുഴച്ചു നിൽക്കുന്ന തരത്തിലൊരു മിസ്റ്റേക്കാണ്.
തോമസ് പാർട്ടി ഫാന്റാസ്റ്റിക് ഗെയിം. ഡെക്ലൻ റൈസ് ഗ്രേറ്റ് ഗെയിം. 3 ഗോളിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. അവർ നല്ല ഷേപ്പിൽ സ്ട്രക്ചറിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്തു, മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തു. കാര്യമായിട്ട് അവർ ഡിഫെൻഡിനെ ടെസ്റ്റ് പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിക്കേൽ മെറീനോ ഒരു പെർഫെക്റ്റ് സെൻറ്റർ ഫോർവേഡ് ഡിസ്പ്ലേ കാഴ്ചവെക്കുന്നു. ബുക്കായോ സാക്കയും മാർട്ടിനെല്ലിയും പെർഫെക്റ്റ് വിങ് പ്ലേ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ഇവർക്കിതൊക്കെ PSG അടുത്ത് കൂടി നടത്താൻ സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അല്ലേ. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നമ്മൾ കണ്ടത് സാന്റിയാഗോ ബെർണബേയിലും എമിറേറ്റ്സിലും ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ മിക്കേൽ ആർടെറ്റ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ഗുഡ് ബൈ.